ഹായ് കുട്ടീസ്, ഇതാ മെഹറക്കുട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന കണ്ടോ. നമ്മൾ എവിടെയാണ് പോകുന്നതെന്നറിയോ? മെഹറക്കുട്ടിക്ക് വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി മമ്മയുടെ അടുത്തേക്ക് പോവാണ്. എൻ്റെ പേരൻസിന് അറിയില്ല ഞങ്ങൾ വരുന്നു എന്നുള്ളത്. ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആരോടും പറയാണ്ട് ഞങ്ങൾ റെഡിയായി പോകുന്നത്. അപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ മോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലത്തേക്ക് വേണ്ടിയിട്ട്. മെഹറക്കുട്ടി എപ്പോഴും പിണക്കമാണ്. ഇതിലല്ല എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പിണക്കം. അതാ മുഖം വെച്ചിരിക്കുന്നുണ്ടോ? ഇപ്പം എന്തിനാ പിണങ്ങിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പാക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. യെസ്, പാക്കിങ് മമ്മാസ് ഹൗസിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ കയറി. ടോയ്സ് അവിടെ ഇരിപ്പുണ്ട്. ടോയ്സ് കാരണം നമുക്ക് നടക്കാൻ പറ്റില്ല. അവിടെയും ടോയ്സ് ഇവിടെയും ടോയ്സ്. എൻ്റെ അമ്മേ, കാറിലേക്ക് കയറി ഇരുന്നു. നല്ല ഉത്സാഹത്തിലാണ് വേറെ ഇരിക്കുന്നത് കേട്ടോ. അയ്യ, എന്തൊക്കെ കാണിക്കുന്നു, കോക്രിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ദാ ബാഗും പെട്ടിയൊക്കെ എടുത്ത് വെച്ച് കാറിനുള്ളിലേക്ക് കയറി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മെഹറയുടെ കുറുമ്പും ബഹളം എല്ലാം നിങ്ങൾക്കിന്ന് കാണാം കേട്ടോ ഫ്ലൈറ്റിൽ. ഇതാ പോവാണ്. കുറച്ചിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു സെൽഫി എടുത്തേക്കാന്ന്. എവിടെ നോക്കട്ടെ. ഹായ്, എന്നെ പോലെ കാണിക്കുന്നു വേറെ വലിയടി കള്ളി. എയർപോർട്ടിലെത്തി. പെട്ടിയെല്ലാം എടുത്ത് വെച്ച്. ഇത്രയും പെട്ടികളുണ്ട് ഫ്രണ്ട്സ്. എന്തൊക്കെയാ അതിനകത്തുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ മെഹ്റയുടെ ഒരു കുഞ്ഞ് ബാഗ് കണ്ടോ ഫ്രണ്ട്സ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ബാഗാട്ടോ ആ സൈഡ് ബാഗ് മെഹ്റയുടെ. കണ്ടോ? പിന്നെ ഇനി ഞാൻ ഹസ്ബൻഡ് വരുന്നുണ്ട്. അതായത് എയർപോർട്ടിനകത്ത് വരെ കൊണ്ടാക്കും. അപ്പോൾ മെഹ്റക്കും പെട്ടിയുടെ മുകളിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇരുത്തി പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചെക്ക് ഇൻ ചെയ്യാനുള്ള കൗണ്ടർ നോക്കി നടക്കാണ്. കൗണ്ടർ നോക്കി നടക്കാണ് ഫ്രണ്ട്സ്. അതിൻ്റെ ഇടയിൽ മെഹ്റയുടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ട്. ഇതെല്ലാം എന്തിനാണെന്നറിയാമോ? നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. നാട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞേ കളിക്കാൻ? മമ്മ, ഉപ്പച്ചി, പിന്നെ ആരൊക്കെ ഉണ്ട്? തുമ്പി, തച്ചു, ബിച്ചു, ടൈമു, ഇമാസ്, ഇമൂസ്, പിന്നെ ആരുണ്ട്? പിന്നെ മേറ, ഐഷു ഇല്ലേ? കൈസു ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് മേറൊക്കെ നാട്ടില് അല്ലേ മേറ? അപ്പൊ അവരോടൊക്കെ കളിക്കാന്നുള്ള സന്തോഷത്തിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് മെഹ്റ അടിച്ച് പൊളിക്കുകയാണ് അല്ലേ മെഹ്റൂസേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുവാണ് മെഹ്റു. നിക്കടി. ചെക്കിങ് ചെയ്തിട്ട് നമ്മൾ നേരെ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി നമ്മൾ ഉള്ളിലേക്ക് പോയി. അവിടെ ഒരു ലിഫ്റ്റിൽ കയറി നമ്മൾ നേരെ നമ്മുടെ ഗേറ്റ് നോക്കി പോവാണ്. പക്ഷെ ഒരുപാട് നടക്കണം ഫ്രണ്ട്സ്. കാരണം നമ്മുടെ ഗേറ്റ് B30 ആണല്ലേ മേറു? B31 ആണ്. അപ്പോൾ നമ്മൾ അത്രയും നടക്കാനുണ്ട്. നോക്കിയാണ് നടന്നത്. ഓരോ ഷോപ്പിലും മെഹ്റ കയറി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അവളെ പിന്നെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാം പോയി തട്ടി നോക്കിക്കോളും. അങ്ങനെ മെഹ്റ എന്തൊക്കെയോ ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കുവാന്ന് തോന്നുന്നു. എല്ലാ കാര്യവും മെഹ്റക്ക് ഇഷ്ടപ്പെട്ട് നോക്കി നടക്കുവാണേ. കുറേ ടോയ്സ് ഉണ്ട് അവിടെ. മറ്റേ ബ്ലോക്സ് വെച്ചിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതോ അത് തന്നെ. ഗ്രീറ്റിംഗ്സ് ഫ്രം ദുബായ്. അത് കാറ് നോക്ക്. കാറൊക്കെ നല്ല രസമുണ്ട്. കാറ് ബ്ലോക്കിലാണ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിക്ചറും കാറും ഒക്കെ. അടുത്ത ഒരു ക്യാൻഡി ഷോപ്പാണ് വേറെ. ക്യാൻഡിലീഷ്യസ് ഈറ്റ് ഹാപ്പി. ഒരുപാട് ക്യാൻഡീസ് വെറുതെ മുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല രൂപങ്ങളിൽ ഇങ്ങനെ പല മോഡലിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് നല്ല രസമുണ്ട്. മെഹ്റ ഇത് ദൂരന്നേ കണ്ടു. ഞാനിങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ, പക്ഷേ കുട്ടികൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഫുൾ അതിൻ്റെ പിറകെ കുറേ നടന്നു. എന്നിട്ട് നമ്മൾ ഫൈനലി പ്ലെയിനകത്തേക്ക് കയറാനായിട്ട് പോവാണ് ഫ്രണ്ട്സ്. പോകുന്നു. മെഹ്റ ഭയങ്കര ഹാപ്പിയാണ്. അത് കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താ കാരണം എന്ന്. ഇത്ര ഹാപ്പി ഫ്ലൈറ്റ് കയറാനായിട്ട് ഞാൻ പറഞ്ഞു തരാം.
ഇതാ നടന്ന് പോവുകയാണ് നമ്മൾ. ഫ്ലൈറ്റിന്റെ എഞ്ചിൻ കാണുന്നുണ്ടോ ഫ്രണ്ട്സ്? എത്തിയില്ല. ഇവിടുന്ന് കൊറേ നമുക്ക് നടക്കാം. എത്തി നമ്മുടെ ഫ്ലൈറ്റ് ഇതാ കിടക്കുന്നുണ്ട്. അവിടെ ഫ്ലൈറ്റിനകത്ത് കയറുമ്പോഴത്തേന് നമുക്ക് സീറ്റ് വിൻഡോ സീറ്റ് ആണ്. എൻ്റെ മെഹ്റക്കുട്ടിക്ക് ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഇത്ര സന്തോഷം എന്താ അറിയോ? അതിനകത്ത് കയറുമ്പോൾ ഞാൻ ടാബ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ടാബ് പ്ലസ് സ്ക്രീൻ, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനുണ്ട് ഇതിനകത്ത്. അപ്പോൾ കാർട്ടൂണ് മൂവീസ് ഒക്കെ അവൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുകൊണ്ടിരിക്കാം. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മെഹ്റക്കുട്ടി. അയ്യവാ അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റ് പൊങ്ങി പോവാണ്. മേരോ പിടിച്ചോ, നമ്മളിതാ പോണ് മേരോ. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഇനി നേരെ എവിടേക്കാണ്? ദുബായിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക്, നമ്മുടെ വീട്ടിൽ. ഇതിൻ്റെ ഇടയ്ക്ക് അവർ കുറച്ച് ക്രയോണും പിന്നെ കളർ പെൻസിലും ഒരു ബുക്കും ഒക്കെ കൊടുത്തു കേട്ടോ. എയറോസ്റ്റസ് വന്നിട്ട് മെഹ്റൂക്ക് കൊടുത്തു. 5 കളർ പെൻസിലും പിന്നെ ഒരുപാട് കളർ ചെയ്യാനുണ്ട് അതിൽ. നല്ല ബുക്ക് കേട്ടോ. അത് മെഹ്റ ഒരുപാട് നേരം ഇരുന്ന് കളർ ചെയ്തു. പ്ലസ് ചെവിയിലിരിക്കുന്നുണ്ടോ, അതിൻ്റെ കൂടെ അവൾക്ക് കാർട്ടൂണും കാണണം. അങ്ങനെ മിക്സായിട്ട് ഇതെല്ലാം കണ്ട് മെഹ്റ ചില്ല് ചെയ്ത് വരുവാണേ. അല്ലേ? ഇഷ്ടപ്പെട്ടാ? കൊള്ളാമോ? ടോയും കിട്ടി. അതിന്റെ കൂടെ ഒരു ടോയും കിട്ടി. കിഡ്സിന് അവർ കൊടുക്കുന്ന ഗിഫ്റ്റാണിത്. വെൽക്കം ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നതാണ്. എല്ലാ വട്ടവും കിട്ടിയിരുന്നത് പ്ലെയിൻ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു സോഫ്റ്റ് ടോയ് വേറൊന്ന് കിട്ടി. ആദ്യം കുട്ടികൾക്കാണ് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുക. അങ്ങനെ മെഹ്റദ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കലാണ്. കൂടുതലും ഞാൻ തന്നെ കഴിക്കും. നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയും റൈസും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോറൊക്കെ കഴിക്കാൻ പാടാണ്. അപ്പം ഞാനത് നിർബന്ധിച്ച് ചിക്കനും റൈസും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബണ്ണുണ്ട്, പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്, കേക്ക് ഉണ്ട്. നല്ല അടിപൊളി കേക്കായിരുന്നു. പിന്നെ കോണുണ്ട്, ചീസ് കോണാണ്, ചീസ് ഇട്ടത്. നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ. പിന്നെ എക്സ്ട്രാ നമുക്ക് ബട്ടറും ചീസും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. മെഹ്റാക്ക് എല്ലാം ഇഷ്ടമുള്ളതാണ്. ഫുഡ് കുറച്ചുകൂടി സ്പൈസി ആയിരിക്കും കുട്ടികളുടെ ഒന്നും കുറച്ചുകൂടെ. അപ്പോൾ എനിക്കും വരുന്നത് ഇതൊക്കെ തന്നെയാണ്. റൈസ് വേറെ റൈസാണ്, ചിക്കൻ കറി വേറെ സ്റ്റൈലാണ്. പിന്നെ നട്ട്സ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ബട്ടറുണ്ട്, ചീസുണ്ട്, കേക്ക് ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കേക്കായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്താ അതുപോലത്തെ സെയിം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് ലാൻഡ് ചെയ്ത സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ലപോലെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ മൂവീസൊക്കെ കണ്ടു, എന്നിട്ടൊക്കെ കിടന്ന് ഉറങ്ങി. എന്നിട്ടിപ്പോൾ ലാൻഡ് ചെയ്തു. മെഹ്റ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവാണ്. നല്ല കാര്യമാണ് അവരൊക്കെ. ഫ്ലൈങ് കിസ്സൊക്കെ കൊടുത്തിട്ട് പോവാണേ. അയ്യോ, എന്നിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നു. അപ്പം അത്രയും ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. എന്നിട്ട് ഹൈഫേ ഒക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. വേറെ ഹൈഫേ ഒക്കെ കൊടുത്ത് പോകുന്നുണ്ട് എയർ ഹോസ്റ്റസിനെ. ഞങ്ങൾ ലഗേജൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ട് വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ അവരവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ സൈഡിൽ കൂടി കാണാണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഈ പെട്ടിയുടെ ചതിച്ച ഫ്രണ്ട്സ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ട്രോളി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കുറച്ച് ഫ്ലോപ്പായിട്ടുണ്ട്. മെഹ്റ ഓടുന്നുണ്ടോ? മമ്മായി ഓടുന്ന ഓട്ടമായിരുന്നു, മെഹ്റായി ഓട്ടമായിരുന്നു. നല്ല മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. നല്ല
അടിപൊളി മൊമെൻ്റ് ആയിരുന്നു ഫ്രണ്ട്സ്. പക്ഷേ ക്യാമറയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. വാപ്പച്ചി നല്ല ഹാപ്പിയായി, കണ്ണൊക്കെ നിറഞ്ഞ് മോളെ കണ്ടപ്പോഴത്തേനും എന്നെ മറന്നു കേട്ടോ. പക്ഷെ മോളെ കണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് വന്നു. ഭയങ്കര സന്തോഷത്തിലാണ് വാപ്പച്ചിയും അമ്മച്ചി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല. ഞാനും നല്ല ഹാപ്പിയിലാണ്. പിന്നെ എൻ്റെ ബ്രദറും സിസ്റ്ററും ഉണ്ട്, അവരും നല്ല ഹാപ്പിയിലാണ്. ഇതാ ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി അത്ര ഇത് തന്നെയായിരുന്നു സംസാരം. പിള്ളേരെ എന്നാലും നിങ്ങളിങ്ങനെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇത് തന്നെയായിരുന്നു സംസാരം. അപ്പം നമ്മുടെ യാത്രയുടെ വ്ളോഗ് ഇതാണ്. മെഹ്റായും ഹാപ്പി, ഞങ്ങളും ഹാപ്പി, അൽഹംദുലില്ലാ. അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്. ഇതാണ് ഞങ്ങളുടെ ദുബായ് ടു TVM ട്രിവാൻഡ്രം വ്ളോഗ്. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ. ഇനി ഞങ്ങൾ വേറൊരു വമ്പൻ വ്ളോഗുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.